വലിയങ്ങാടിയിലെ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത കാഴ്ചകൾ ഒരുപാടുണ്ട്. ചിലതൊന്നും നമ്മൾ ഈ നിമിഷം ഒന്ന് കാണുകയും വേണം. കാരണം ഇത് ഗൗരവമാണെന്ന് പരിശോധിക്കേണ്ട ഒരു സമയം തന്നെയാണിത്. കോഴിക്കോട്ടെ സംഭവത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ആ നടപടികളിലേക്കൊക്കെ കടക്കുമായിരിക്കും. പക്ഷെ നമുക്ക് മറ്റ് പലയിടങ്ങളിലേക്കും പോകേണ്ട മണിക്കൂർ തന്നെയാണിത്. നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളം ജില്ലാ പോലീസ് ആസ്ഥാനവും അപകടാവസ്ഥയിലാണ്. റൂറൽ പോലീസ് ആസ്ഥാനം പ്രവർത്തിക്കുന്നത് പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ. കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്താണ്. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ആദിൽ പാലോട് വിശദാംശങ്ങളും നൽകും. പ്രേക്ഷകരെ, ഒരു പോലീസ് ആസ്ഥാനമാണ് ഇങ്ങനെ അപകടാവസ്ഥയിലായിരിക്കുന്നത്. അതിന്റെ നേർക്കാഴ്ചയിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ്. അതിൽ കോഴിക്കോട്ടെ സാഹചര്യം അതിന്റെ ഞെട്ടലിലാണ് നമ്മൾ ഇപ്പോഴും. 3 ജീവനുകൾ പൊലിഞ്ഞു. ഇത് ഗൗരവം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ പറയണം. സംസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൊച്ചിയിൽ എന്താണ് അവസ്ഥ? അതിൽ ആരാണ് കണ്ണു തുറക്കാത്തത്? പല അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും കണ്ണു തുറക്കും സർക്കാർ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കണ്ണു തുറക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ പിന്നിൽ കാണുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയമാണ്. അതായത് എറണാകുളം റൂറൽ പോലീസിന്റെ ആസ്ഥാനമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇവിടെ ഒരു വശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വർഷങ്ങളായി ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ താഴേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ അപകടാവസ്ഥ മനസ്സിലാവുക. ഞാനിപ്പോൾ താഴേക്ക് പോകുമ്പോൾ ഇതിന്റെ ബീം, സാധാരണഗതിയിൽ ഇതിനെ താങ്ങി നിർത്തേണ്ട ബീമുകൾ പലതും വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. കോൺക്രീറ്റ് തകർന്ന്, റോഷ്നി നോക്കുമ്പോൾ അറിയാം, കോൺക്രീറ്റ് തകർന്നതാ കമ്പി പുറത്തായിരിക്കുന്നതാണ് സ്ഥിതി. ഇത് ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല, പലയിടത്തും ഭീമുകൾക്ക് വിള്ളൽ വീണിരിക്കുന്നു എന്നതാണ്. അവിടേക്ക് കാണിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ അടർന്നിരിക്കുന്നു, കോൺക്രീറ്റ് തകർന്നിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനമാണ് ഇത് എന്നുള്ളതാണ്. പലയിടത്തും ഈ ബീമിന്റെ വളവ് തന്നെ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ കുറെ ആളുകളുണ്ട്. അവർ ഇതിനെ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഭൂമിയുടെ നിരപ്പിൽ നിന്നും താഴ്ന്ന ഭാഗമാണ്. അവിടെയാണ് ഈ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്താണ് അവസ്ഥ? ഇവിടെ മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ പോയപ്പോൾ കോളങ്ങളുടെ ചെരിവ് കണ്ട് ഇവിടെ അറിയിച്ചായിരുന്നു, പരാതി എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ ബീമുകളെല്ലാം അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ട് ക്രാക്ക് വീണിരിക്കുകയാണ്. പിന്നെ ഫൂട്ടിങ്ങിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ട് ഒരു സൈഡ് കോളങ്ങളൊക്കെ ചെരിഞ്ഞും പോയി. ഈ കാണുന്നൊക്കെ റിങ്ങാണ്, ഈ കാണുന്ന പൊങ്ങി നിൽക്കണതൊക്കെ. പിന്നെ ഇതിനകത്ത് ബീമിനകത്ത് പോയേക്കണ 20-ന്റെ കമ്പിയൊക്കെ തുരുമ്പിട്ടിട്ട് 10-ന്റെ കമ്പിയുടെ വലിപ്പമായിട്ടൊക്കെ ആയേക്കാണ്. തുരുമ്പെടുത്തി കമ്പികളൊക്കെ നശിക്കുകയാണ്. ഇത് കാണൂ റോഷ്നി, ഇത് കാണുക. ശരിക്ക് ജില്ലാ പോലീസ് ആസ്ഥാനം പ്രവർത്തിക്കുകയാണ്. ഒരു ജില്ലാ പോലീസിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. പോലീസുകാർ ആശങ്കയിലാണ്. എന്താണ് ഈ സംസ്ഥാനത്തിന് സംഭവിക്കുക? പലയിടത്തും ഈ വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഈ സമാനമായി നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണു. അപ്പോൾ എല്ലായിടത്തും പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. പക്ഷെ അതൊക്കെ വെറും പ്രഹസനമായി മാറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇത് തട്ടിയാൽ ഇത് താഴേക്ക് വീഴുന്ന രൂപത്തിലാണ് ഇതിന്റെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി ഉള്ളത് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇദ്ദേഹം പോലീസിനൊക്കെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പരാതി കൊടുത്തപ്പോൾ പോലീസുകാരെ ആശങ്കയിലാണ്. അതുപോലെ PWD പറഞ്ഞ ഇതിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. 2020 ശേഷം ഫിറ്റ്നസ് ഇല്ല. പിന്നെ ഇതിന് മെയിൻ്റനൻസ് നടത്താൻ പറ്റൂല എന്നും എഴുതി കൊടുത്തിട്ടുണ്ട് അവര്. എഴുതി കൊടുത്തു. ഇത് പൊളിച്ചളയാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ തിരിഞ്ഞ് നിൽക്കണതാണ് കാണുന്നത്. പിരിഞ്ഞുപോയി ഒന്നും ചെയ്യും. എപ്പോൾ ആണെങ്കിൽ അടുത്ത മഴക്കാലത്ത് നിൽക്കുമെന്ന് അറിയാൻ പാടില്ല. അങ്ങോട്ട് നോക്കിയാൽ മെയിൻ ബീമുകളാണ് കാണുന്നതെല്ലാം. അത് നമ്മുടെ ക്യാമറമാൻ രജീഷ് അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ബീമുകളൊക്കെ ഒളിഞ്ഞു വളഞ്ഞ് തകർന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഒരു പോലീസ് ആസ്ഥാനമാണ്, ജില്ലാ പോലീസ് ആസ്ഥാനത്തിന്റെ കാഴ്ചയാണ് റോഷ്നി റിപ്പോർട്ടർ TV-യിലൂടെ ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പോലീസ് ആസ്ഥാനം പുതുതായി പണിയാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ പണി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വശത്ത് പണി പുരോഗമിക്കുന്നുണ്ട്, ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വശത്തെ പണി ഇതിന്റെ ഒരു 100 മീറ്റർ അപ്പുറം, ഒരു 50 മീറ്റർ അപ്പുറത്ത് ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പണി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അടിയന്തര സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഇവർ ഏതെങ്കിലും രൂപത്തിലുള്ള അപകടമുണ്ടായാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല റോഷ്നി. തീർച്ചയായും അതിൽ ഞെട്ടലോടുകൂടിയാണ് ഈ കാഴ്ച കാണുന്നത്.
ഇത് അടുത്ത ഒരു അപകടത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പുതിയ കെട്ടിടം പണിയുന്നുണ്ട് പോലും, പക്ഷെ അവിടേക്ക് മാറാനുള്ള ഒരു ഇടവേള തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. താൽക്കാലികമായെങ്കിലും വാടകയ്ക്കെടുത്ത് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറണം. അതല്ലാതെ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ഒരു കെട്ടിടം അതിൽ കാണിച്ചു തന്നു. കമ്പികൾ കൈകൊണ്ട് തൊട്ടാൽ വളഞ്ഞു പോകുന്ന കമ്പികൾ. നേരത്തെ വലിയങ്ങാടിയിൽ ഉണ്ടായ അപകടത്തിന്റെ ആ തകർന്നു വീണ കെട്ടിടത്തിലെ കമ്പികൾ എടുത്തുകൊണ്ട് അഭിലാഷും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. കൈകൊണ്ടൊന്ന് പിടിച്ചപ്പോൾ തന്നെ അത് വളഞ്ഞ് പൊടിഞ്ഞങ്ങ് പോയി. അതുപോലെ ഇതാ ഒരു പോലീസ് ആസ്ഥാനം പ്രവർത്തിക്കുന്നു നമ്മുടെ കേരളത്തിൽ എന്ന് കാണുമ്പോൾ ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. അതിൽ നോക്കൂ, കൈകൊണ്ട് പിടിക്കുന്ന ദൃശ്യങ്ങൾ ഇതേ പൊളിഞ്ഞു വീഴുന്നു. ഈ കെട്ടിടത്തിലാണോ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്? പുതിയ കെട്ടിടം പണി കാത്തിരിക്കുകയാണോ? എപ്പോഴാണ് ആ പുതിയ കെട്ടിടത്തിന്റെ പണി തീരുക? ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഈ കോഴിക്കോട്ടെ ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ട്. ഒരു അപകടം സംഭവിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണോ നമ്മൾ? മാത്രമല്ല, ഒരു അപകടം സംഭവിക്കുമ്പോൾ പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടാവും. അതിലെന്തെങ്കിലും ഒരു കാര്യം അന്വേഷണം സംഭവിക്കും. അതല്ലാതെ ഇത് കഴിഞ്ഞ് ഇതങ്ങ് മറക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊച്ചിയിലെ ഈ പോലീസ് ആസ്ഥാനം ഇത് ഇന്നങ്ങ് മറന്നു പോകാനുള്ളതാണോ? ആലുവയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ആലുവ എറണാകുളം റൂറൽ പോലീസ് ആസ്ഥാനമാണിത്. ഇത് പുതിയ കെട്ടിടം ഉടനെ പണി പൂർത്തിയാകുമെന്ന് പറയുന്നു. പക്ഷേ ആ പൂർത്തിയാകുന്ന സമയം വരെ ഉദ്യോഗസ്ഥർ എങ്ങനെ സുരക്ഷിതമായി ഈ കെട്ടിടത്തിനുള്ളിൽ കഴിയും, ജോലി ചെയ്യുമെന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഈ താഴത്തെ അണ്ടർഗ്രൗണ്ട് ഭാഗത്തും ചില ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇത് പൊളിഞ്ഞ് ഏത് സമയത്തും പൊളിഞ്ഞ് വീഴാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. നമുക്ക് ഈ നില, അതായത് ആദ്യത്തെ ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആ തൂണ് തന്നെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല 2020 മുതൽ ഇതിന് ഫിറ്റ്നസ് തന്നെ ഇല്ല. ഇതിന് മെയിൻ്റെനൻസ് നടത്തിയാൽ പോലും ഇത് നേരാം വണ്ണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുള്ള കെട്ടിടമാണ്. ഒരു തരത്തിലുള്ള NOCയോ മറ്റ് സംവിധാനങ്ങളോ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റോ ഇല്ല കെട്ടിടമാണ്. ഈ വിധത്തിൽ കാട് കയറി കിടക്കുന്നു. അത് പോട്ടെ എന്ന് വിചാരിക്കാം. മറ്റു ഭാഗങ്ങളൊക്കെ അടർന്ന്, കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ, ഇരുമ്പ് കമ്പികൾ പുറത്ത് കാണുന്ന വിധത്തിൽ ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് എറണാകുളം റൂറൽ പോലീസ് ആസ്ഥാനമാണ്. ഇവിടെ കക്കൂസുകുഴി അടക്കം തകർന്നിരിക്കുകയാണ്. കക്കൂസുകുഴി തകർന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് ഇവിടെ നിന്ന് പുട്ടിങ്ങൊക്കെ ഇതിൻ്റെ ക്രാക്കുകൾ വന്നേക്കണം. പുട്ടിങ് മാറി കിടക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഈ മെയിൻ ബീമുകൾക്കൊക്കെ ഈ ക്രാക്കുകൾ കാണുന്നത്. നമ്മൾ ഈ ഭാഗത്ത് പല ഭാഗത്തും കക്കൂസുകുഴി ആയിരുന്നു. വരൂ ക്യാമറ വരും. രജീഷ് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. ഇവിടെ ശരിക്കും ഒരു കക്കൂസിൻ്റെ കുഴിയായിരുന്നു. അതായത് സർക്കാർ സംവിധാനം, ഉദ്യോഗസ്ഥരെങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയായി നല്ല നിലയിൽ പണി പൂർത്തിയാക്കണമെന്നോ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ ഒരു തരത്തിലുള്ള ആലോചനയില്ല. ഇത് കക്കൂസുകുഴി. കക്കൂസുകുഴി ഇതേ അത് ഇടിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. മെയിൻ്റെനൻസ് ഇല്ല. പിന്നെ വാട്ടറിൻ്റെ കുറേ ഉണ്ട്. വാട്ടറിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് കുറേയും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞപ്പം കുറച്ച് ഇത് ബീമുകളും അതിന് തകരാറുണ്ട്. അതെ മെയിൻ കോളം. അതാ ഇത് നോക്കിയേ, ഇത് ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ റോഷ്നി, ഈ ദൃശ്യങ്ങളൊന്ന് നോക്കിയേ. ഇത്രയേ ഉള്ളൂ. ഇത് കമ്പിയാണ് ഇതിന്റെ. അതെ, പറയൂ. 20ന്റെ കമ്പിയാണ്. ഒരു 10ന്റെ കനം ഉണ്ടാവും, 12ന്റെ കമ്പിയുടെ കനം ഉണ്ടാവും. പൊടിഞ്ഞു പോകണം. അത് ഈ മെയിൻ്റെനൻസ് നടത്താത്തതിൻ്റെയും പിന്നെ ഈ സ്പ്ലിറ്റിങ് ക്രാക്ക് വന്നേക്കണാണ്. ഇത് ഓവർലോഡിൻ്റെയൊക്കെയാണ്. ഇതിനി ശരിയാക്കാൻ പറ്റില്ല. ഇത് ശരിയാക്കാൻ പറ്റൂല. പൊളിച്ചളയാൻ നിലവിൽ കൊടുത്തേക്കണതാണ്. ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ രജീഷ്, ഈ ദൃശ്യങ്ങളൊന്ന് കണ്ട. ഇത് കമ്പിയാണത്രേ. ഈ കമ്പിയിലാണ് ഒരു രൂപത്തിലുള്ള മെയിൻ്റെനൻസ് നടക്കില്ല എന്ന് കൃത്യമായ റിപ്പോർട്ടുള്ള ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിൽ നിന്ന് വാടക കെട്ടിടത്തിലേക്കെങ്കിലും അടിയന്തരമായി മാറണം. അതെ, റിങ്ങൊക്കെ പോയി. റിങ്ങൊക്കെ കയ്യിലെടുക്കാവുന്ന രൂപത്തിലേക്ക് മാറി. ഇതൊക്കെയാണ് ഇരുമ്പ് കമ്പികൾ. ഏതായാലും ഈ രൂപത്തിൽ ഒരു പോലീസ് ആസ്ഥാനം, ജില്ലാ പോലീസ് ആസ്ഥാനം അതേ കോർക്കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ മെയിൻ കോളത്തിൽ കോർക്കട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ. ഏതായാലും ഇവിടെ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു രജീഷ്. പുറത്തേക്ക് മാറിയിട്ട് ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു. ഇപ്പൊ നമ്മളൊന്ന് തൊട്ടപ്പോൾ പൊടിഞ്ഞു വീണ സാധനമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്യുക എന്ന ചോദ്യമുണ്ട്. എന്ത് സുരക്ഷയാണ് സർക്കാർ, ആഭ്യന്തര വകുപ്പ് അവർക്ക് ഒരുക്കുന്നത്? അടിയന്തരമായ ഒരു വാടക കെട്ടിടത്തിലേക്ക് ഇത് മാറ്റേണ്ടതല്ലേ എന്ന ചോദ്യം പ്രധാനമായി ഉയരുകയാണ് റോഷ്നി. മുഴുവൻ കോൺക്രീറ്റ് പാളികളും തകർന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ മുകളിലൊരു കെട്ടിടമാണത്രേ. ജില്ലാ പോലീസ് മേധാവി, റൂറൽ പോലീസ് മേധാവി ഇരിക്കുന്ന ഒരു ആസ്ഥാനമാണത്രേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്ന ചെറുപ്പക്കാരൻ ഇത് കാണുകയും അതിപ്പോൾ വേണ്ട
ഇനി എന്ത് ചെയ്യണം പോട്ടെ. അതായത് ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഞാൻ ഇതിവിടെ പാസ് ചെയ്തപ്പോൾ ഒരു ദിവസം കണ്ടതാണ്. അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് പരാതി അറിയിച്ചിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ അവർ എന്നെ ഹിയറിങ്ങിന് വിളിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഹിയറിങ്ങിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ DSP പറഞ്ഞു അവർക്കും ഭയങ്കര ആശങ്കയിലാണ്. ഇത് എൻ്റെ അടുത്ത് വീഡിയോ എടുത്തോളാൻ പറഞ്ഞ താഴത്തേക്ക് പറഞ്ഞിട്ട് ഞാൻ താഴെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇത് അടർന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇത് നടപടി ഉണ്ടാവട്ടെ. പുതിയ കെട്ടിടം പണി പൂർത്തിയാൻ എന്തായാലും ഒന്നിലേറെ വർഷം എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടെയാണ് ഈ രൂപത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ തന്നെ ഭയമുണ്ട് എന്നുള്ളതാണ്. ഏത് സമയത്തും ഇത് പൊളിഞ്ഞു വീഴാൻ തക്കവണ്ണമുള്ള ദുർബലമായ ഒരു കെട്ടിടത്തിലാണ് പോലീസ് ആസ്ഥാനം, ജില്ലാ പോലീസ് ആസ്ഥാനം, റൂറൽ പോലീസ് ആസ്ഥാനം എറണാകുളത്ത് ആലുവയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് പല ഭാഗത്തും ഇടിഞ്ഞു വീണു. കക്കൂസ് കുഴിയൊക്കെ ഇടിഞ്ഞു വീണ് അതിൻ്റെ ഭാഗമായി ബീമുകൾ തകർന്നു. മറ്റൊരു ബീം ഇവിടെ തകർന്നിട്ടുണ്ട്. ബീമുകൾ മുഴുവൻ തകർന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. പക്ഷേ ഒരു തരത്തിലുള്ള മെയിൻ്റെനൻസും ഇവിടെ ഇല്ല എന്ന് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഓരോ ജനലൊക്കെ തകർന്ന് അതിങ്ങനെ കിടക്കുകയാണ്. ഒരു സംവിധാനം ഒരു സംവിധാനം എങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പക്ഷേ സുരക്ഷ പരിഗണിച്ച് എത്രയും വേഗം ഈ പോലീസ് ആസ്ഥാനം മാറ്റി സ്ഥാപിക്കേണ്ട സമയമാണിത്. അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. കാഴ്ചകളാണ് ആദിൽ പാലോട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. പ്രേക്ഷകരെ, കോഴിക്കോട് വലിയങ്ങാടിയിൽ സംഭവിച്ച അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. പക്ഷേ ആ അപകടം അത് നൽകുന്ന സൂചനകൾ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ ഇങ്ങനെ ഉള്ള ഇത് ഒറ്റപ്പെട്ടതാണെന്ന് ന്യായീകരിക്കാൻ കഴിയില്ല. കെട്ടിടങ്ങൾ ഇനിയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. മറ്റു പ്രദേശങ്ങളിലേക്കും പോവുകയാണ്. കൊച്ചിയിലുള്ള പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞെട്ടലുണ്ടാവുന്നു നമുക്ക്. കാരണം ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ജോലി ചെയ്യുക? പുതിയ കെട്ടിടം പണി നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഇടവേളയിൽ പോലും പേടിച്ച് ഉദ്യോഗസ്ഥർക്ക് അവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. കൈകൊണ്ട് തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന കെട്ടിടത്തിലാണോ സുരക്ഷയുള്ളത്? എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അധികൃതർ എന്താണ് ഇതിലൊരു നടപടി എടുക്കാത്തത് എന്നുള്ളത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്.